അത് പണ്ടാ സിജ. ഇത്രയും കാലം സീതയുടെ ചൂട് പറ്റിയേ അവൾ ഉറങ്ങിയിട്ടുള്ളൂ. അമ്മയെ കാണാതെ കരയുന്ന കുഞ്ഞുമണിക്ക് വേണ്ടി സീതയെ കൊണ്ടുവരാമെന്ന് സുഭദ്ര. കുഞ്ഞുമണിയെ കാണാതെ വിഷമിക്കുന്ന സീതയെ വനജ സമാധാനപ്പെടുത്തുന്നു. ശിവയെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി CI മുംതാസ് സഞ്ജുവിനെ ചോദ്യം ചെയ്യുന്നു. മതികലയ്ക്ക് വേണ്ടി വയലോരം വീട് നശിപ്പിക്കുമെന്ന് ജലജ. കുട്ടിമണിയെ തെറ്റിദ്ധരിപ്പിക്കാൻ രാഹുലനും നീതുവും ശ്രമിക്കുന്നു. സുഖമില്ലാത്ത കുഞ്ഞുമണിയെയും കൊണ്ട് മനസ്സജൻ ആശുപത്രിയിലേക്ക് പോകുന്നു. തുടർന്ന് കാണുക. എന്റെ കുഞ്ഞിനെ വേഗം കണ്ടുപിടിച്ച് താ അമ്മമ്മ. ഈ വയസ്സാം കാലത്ത് എനിക്കതിനുള്ള ആവതുണ്ടോ? നകുലിനോടോ മറ്റോ പറഞ്ഞു നോക്കട്ടെ. ബെസ്റ്റ്. പണ്ട് കുഞ്ഞുണ്ണി അന്വേഷിച്ച് പോയിട്ടേ കൊണ്ടുവന്ന തെണ്ടിക്കൊച്ചാ ഇപ്പൊ കുട്ടാപ്പൊന്നും പറഞ്ഞ് അകത്ത് കിടന്ന് കാറുന്നത്. ഇനി അവൻ കുഞ്ഞുണ്ണി അന്വേഷിച്ചു പോയാലേ വേറെ കൊച്ചിനെ കൊണ്ട് വരും. കൊച്ചാപ്പൊന്നും വിളിച്ച വയലോരം വീട്ടുകാർ ഇവിടെ കൊണ്ടിട്ടിട്ട് പോവുകയും ചെയ്യും. ആഞ്ഞു പിടിച്ച ഇവിടെ നമുക്കൊരു ശിശുമന്ദിരം ആക്കാം. ആരും കൂടുതൽ വർത്താനൊന്നും പറയണ്ട. അമ്മമ്മയ്ക്ക് പറ്റുമെങ്കിൽ പറ, ഇല്ലെങ്കിൽ ഞാൻ പോയി എന്റെ മോളെ കണ്ടുപിടിച്ചോളാം. ആ, നീ വിഷമിക്കാതെ മോളെ, അന്വേഷിക്കാൻ ആരെങ്കിലും ഏർപ്പാടാക്കാം. ബാലേട്ടന്റെ കാര്യത്തിൽ എന്തേലും ചെയ്യണോ അമ്മാമ്മ? ആ, കോടതിയിൽ ഹാജരാക്കിയ സ്ഥിതിക്ക് അവരെ റിമാൻഡ് ചെയ്ത് കാണും. നകുലൻ 14 ദിവസം കിടന്നതല്ലേ, അതേ ചാർജൊക്കെ തന്നെയാ ഇതിനും. എനിക്ക് വേണ്ടിയ, എനിക്ക് പകരോ ബാലേട്ടൻ ജയിലിൽ പോയത്? അതൊക്കെ ഭർത്താവിന്റെ കടമയാ മോളെ. ഇപ്പൊ ഞാൻ ആരെങ്കിലും കൊന്ന ഇങ്ങേര് കുറ്റവേക്കത്തില്ലേ? അത്രേ ഉള്ളൂ. ഒരു വക്കീലിനെ കാണണം വല്യണ്ണ. കാണാം മനജെ, ആരും വിഷമിക്കാതെ. ഞാൻ ഈ അലയുന്നത് ആരുടെയും സങ്കടം കാണാൻ വേണ്ടിയല്ല. അറിയാൻ വല്യണ്ണ, എല്ലാം ഒന്ന് ഏർപ്പാടാക്കി തരണം. ആ, കരയുന്നമ്മ. മോനെ അതൊന്നു മുതൽ ആ, അതങ്ങനെയാ, അതാ സത്യം. ഡോക്ടർ, വൈറൽ ഫീവറിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. ഞാൻ അഡ്മിറ്റ് ചെയ്യട്ടെ? ആ ശരി ഡോക്ടർ. ഇന്നലെ മുതൽ ഉറങ്ങാതെ കരയുമായിരുന്നു. ഇവളുടെ അമ്മ സ്ഥലത്തില്ല. അമ്മയെ പിരിഞ്ഞത് മുതൽ തുടങ്ങി കരച്ചില്ല. ഓ, ഐ സി. എങ്കിൽ പനി പെട്ടെന്ന് മൂർച്ഛിച്ചത് അതുകൊണ്ടാവും. കുട്ടിയുടെ അമ്മയോട് എത്രയും പെട്ടെന്ന് വരാൻ പറയും. കൗണ്ടറിൽ ചെന്ന് ഈ പേപ്പർ കാണിച്ചാൽ മതി. റൂം അലോട്ട് ചെയ്യും. ശരി ഡോക്ടർ. കുഞ്ഞിനെ ചൈൽഡ് കെയറിലേക്ക് മാറ്റിക്കോളൂ. ശരി ഡോക്ടർ. മനസ്ജമ്പായി, കുഞ്ഞുമണി സീതേടത്തിയെ കാണാതെ കരഞ്ഞ പനി പിടിച്ചെങ്കിൽ ചികിത്സ കൊണ്ട് മാത്രം കാര്യമില്ല. സീതേടത്തി വരാതെ പനി മാറില്ല. സീതേടത്തിയെ കൊണ്ടുവന്നിട്ട് അവളുടെ പനി മാറേണ്ട പിച്ചളെ. കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയ അവസ്ഥയില്ല സീതേടത്തി. കുട്ടാപ്പുനെ സ്വന്തം മകനായി സ്വീകരിച്ച് കുഞ്ഞുമണി എൻ്റെ മകളാണെന്ന് തിരിച്ചറിയുന്ന സീതേടത്തിയെ ഇനി എൻ്റെ മോളെ കാണാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതുവരെ ചെയ്തതിനൊന്നും ഒരർത്ഥം ഇല്ലതായി പോകും. ഒക്കെ ശരിയാ, പക്ഷെ മുതിർന്നവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ മുറിവേൽക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ആവരുത് ബായ്. ശരിയായിരിക്കും, പക്ഷെ എൻ്റെ മോളല്ലേ. മുറിവുകൾ ഏറ്റ് തന്നെ വളരണം. ഇപ്പോഴേ അവൾക്കത് ശീലമാവട്ടെ പിച്ചളെ. വാ ബായ്, കൗണ്ടറിലേക്ക് പോ. മക്കളെ, മോളെയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് ഒരുപാട് നേരമായില്ലേ? ഒരു വിവരവും ഇല്ലല്ലോ. നീ ഒന്ന് വിളിച്ചു നോക്ക്. പോയിട്ട് അധിക നേരമൊന്നും ആയിട്ടില്ല അപ്പച്ചമ്മ. ഇപ്പൊ അവിടെ ചെന്ന് കാണുള്ളൂ. അവിടുത്തെ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കും. എത്ര പരിശോധിച്ചാലും എന്തൊക്കെ മരുന്ന് കൊടുത്താലും ഈ ശാഠ്യവും കരച്ചിലും മാറില്ല ബാല. അവക്ക് വേണ്ടത് അമ്മയാ, അല്ലാതെ മരുന്നല്ല. സീതയെ ഞാൻ പോയി വിളിക്കില്ല അപ്പച്ചമ്മ. ഒരു പ്ലാനിങ്ങിന്റെ ഫലമായി ഇങ്ങനെയൊക്കെ വന്നത്. ആ പ്ലാൻ വിജയിക്കുകയും ചെയ്യും. പക്ഷേ അതിനിടയിൽ സീതയുടെ അടുത്ത് നിന്ന് കുഞ്ഞുമണിക്ക് പനിയാണെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം പൊളിയും. കുഞ്ഞിന്റെ അസുഖം വെച്ചാണോടാ നിന്റെ പ്ലാനിങ്ങും പദ്ധതിയും? നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോയി സീതയെ കാണും. നീയും മനസ്ജനും ആ പോലീസുകാരിയും കൂടി ഒപ്പിച്ച നാടകമാണിതെന്ന് പറഞ്ഞ് ഞാൻ അവളുടെ കാല് പിടിച്ച് വിളിച്ചോണ്ട് വരാം. അപ്പച്ചമ്മ ഇപ്പം എങ്ങോട്ടും പോകുന്നില്ല.
നമ്മുടെ കുട്ടാപ്പൂനെ അവളിപ്പോ സ്നേഹിച്ചു തുടങ്ങി കാണും. അതില്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞുമണിയുടെ സൂക്കേടിനേക്കാൾ വലുതാണ് നിനക്ക് നിന്റെ കുഞ്ഞിനോടുള്ള സ്വാർത്ഥത അല്ലേ? എന്റെ കുഞ്ഞോ? അപ്പോ കുട്ടാപ്പൂ നിങ്ങളുടെ ആരും അല്ലേ? പറ, കുഞ്ഞുമണി മാത്രമാണോ അപ്പച്ചിയുടെ പേരക്കുട്ടി? ശ്ശോ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ബാല. അമ്മയെ കണ്ട അവൾ ഒന്നൊന്നെടുത്ത കുഞ്ഞുമണിയുടെ സൂക്കേട് മാറും. കരച്ചിൽ നിന്നാലേ പനി മാറൂ മക്കളെ. അപ്പച്ചിമ്മ പറഞ്ഞത് നേരാ. പിഞ്ചു മനസ്സ് വേദനിപ്പിച്ചതിന് ഫലമായി ഈ പനി. അത് മാറണമെങ്കിൽ അമ്മ വേണം, പോറ്റമ്മയല്ല പെറ്റമ്മ. കുഞ്ഞുമണി കുട്ടിമണിയുടെ മോളാണെന്ന കാര്യം നിഷേധിക്കാൻ അവനാവില്ലല്ലോ. ഞാൻ അവനെ വിളിക്കാൻ പോവാ. വിമാനത്തിൽ അവൻ കുട്ടിമണിയോട് എത്തിക്കട്ടെ. ആ ബാലേട്ടാ, സീത ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടും നീ എന്താ എന്നെ വിളിച്ച് വിവരങ്ങളൊന്നും തിരക്കാത്തത്? ആ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ ബാലേട്ടൻ വിളിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അതാ ബാലേട്ടാ. ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ നിന്നോട് പറയണം, അവിടുത്തെ കാര്യങ്ങൾ ബാലേട്ടൻ അറിയുകയും ചെയ്യരുത് അല്ലേ? ഇവിടെ ചില വിശേഷങ്ങളോടെ ഉണ്ടായി. കുഞ്ഞുമണിയെ സിജൻ സീതയുടെ അടുത്തുനിന്ന് പിടിച്ചെടുത്തു. കുട്ടാപ്പൂനെ ഞാൻ സീതയെ കൊടുത്തു, നിന്റെ കുഞ്ഞിതാണെന്ന് പറഞ്ഞു. നീ എന്താടാ ഒന്നും പറയാത്തത്? പ്രത്യേകിച്ച് പറയാൻ എന്താ? സീത അവനെ വിളിച്ച് നേരത്തെ പറഞ്ഞു കാണും. അതൊക്കെ അപ്പച്ചമ്മയ്ക്ക് തോന്നുന്നതാ ബാലേട്ടാ. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം സീതയെടുത്ത് എന്നെ വിളിച്ചിട്ടില്ല. അതെന്തോ ആയിക്കോട്ടെ, കടുത്ത പനി പിടിച്ച് കുഞ്ഞുമണി ആശുപത്രിയില്ല. അമ്മയെ കാണാതെ ശാഠ്യം പിടിച്ച് കരഞ്ഞതാ പ്രശ്നമായത്. എന്നിട്ട് ഡോക്ടർ മരുന്ന് കൊടുത്തില്ലേ? അവൾക്ക് വേണ്ട മരുന്ന് പെറ്റമ്മയുടെ സ്നേഹമാണ്. ഇപ്പൊ നീ അത് നിഷേധിക്കുന്നത്? ബാലേട്ടൻ അങ്ങനെ പറയരുത്. സീതയെടുത്തിന്റെ സാന്നിധ്യം നിഷേധിച്ചുകൊണ്ടാ മോൾക്ക് അസുഖം വന്നത്. ബാലേട്ടൻ സീതയെടുത്തി പോയി കണ്ട് ഒത്തുതീർപ്പിലാക്കണം. ഒത്തുതീർപ്പാക്കാം, സീതയെ വിളിച്ചോണ്ട് വരാം. എന്നാലും സിജനും കുട്ടിമണി ഇവിടെ വേണം രവി. ഞാൻ പറയുന്നത് കേൾക്ക്. നീ കുട്ടിമണി കൊണ്ടുവാ. അവിടെ സിജന് കൊടുത്തേക്കടാ. നിന്റെ ഏട്ടനാടാ പറയുന്നത്. എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഫോൺ വയ്ക്കുവാ. കരയാതിരിക്കും മക്കളെ. നിന്റെ കണ്ണീര് കാണാതിരിക്കാൻ രവിക്കാവില്ല. അവൻ കുട്ടിമണി എങ്ങ് കൊണ്ടുവരും. എല്ലാ സങ്കടവും മാറും. ഒരു സങ്കടവും മാറില്ല അപ്പച്ചിയമ്മേ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യം നടക്കുകയില്ല. എന്നും കണ്ണീര് കുടിക്കാനാ ഈ വയലോരം വീടിന്റെ വിധി. അച്ഛനും അമ്മയും കുടിച്ച കണ്ണീര് ഇപ്പൊ നമ്മളൊക്കെ കുടിക്കുന്നു. അടുത്ത തലമുറയുടെ കണ്ണീരെങ്കിലും തോർന്നു നിൽക്കണമെന്ന ആഗ്രഹം, അതും നടക്കുമെന്ന് തോന്നുന്നില്ല. പിറന്ന നാൾ മുതൽ കുട്ടാപ്പ് കരഞ്ഞു. ഇവിടെ വന്ന് അവൻ ചിരിക്കാൻ പഠിച്ചു തുടങ്ങിയപ്പോഴാ ഒരു നല്ല ഉദ്ദേശത്തിനാണെങ്കിലും നമ്മൾ അവനെ ഇവിടുന്ന് മാറ്റിയത്. അതിന്റെ ഫലമോ ഈ കുടുംബത്തിൽ കുഞ്ഞുമണിയുടെ കണ്ണീര് വീണില്ലേ? ഇപ്പോഴത്തെ പ്രശ്നത്തിനൊക്കെ കാരണക്കാരൻ രവിയാ. കുട്ടിമണി അവൻ കൊണ്ടുപോയത് കൊണ്ടാ മനസ്സിന് വാശി കൂടിയതും കുഞ്ഞുമണി എടുത്തോണ്ട് വന്നതും. എല്ലാം ഒപ്പിച്ചു വച്ചിട്ട് രസിക്കുകയായിരിക്കും അവൻ. അപ്പച്ചേമ്മേ, അങ്ങനെ രസിക്കുന്നവനല്ല രവി. അവന്റെ ഉള്ളിലുണ്ട് ഒരുപാട് സങ്കടങ്ങള്. വയലോരം വീടിന്റെ ദുർവിധി അവനെ കരയിക്കുന്നുണ്ട് അപ്പച്ചേമ്മേ. സർ, കുട്ടിമണിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. പലവട്ടം ചോദിച്ചിട്ടും ഞാൻ ഉത്തരം കൊടുക്കാതെ നിർത്തിയിരിക്കായിരുന്നു. എന്താ അവളുടെ സംശയം? കുഞ്ഞേട്ടൻ എന്താ അവളുടെ ചികിത്സ തുടരാത്തതെന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ലൈല ഡോക്ടർ മരുന്നുമായി ആളെ വിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. തൽക്കാലം അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ഞാൻ അവളോട് ചെയ്യുന്നത് അനീതിയാണോ എന്ന്. അനീതിയോ? അതെ. ഉത്തരവാദിത്തമുള്ള ഒരു ഏട്ടനെന്ന നിലയിൽ ഞാൻ ശ്രമിക്കേണ്ടത് അവളുടെ ബാക്കിയുള്ള ഓർമ്മകൾ കൂടി വീണ്ടെടുക്കാനാണ്. പക്ഷേ ആ ഓർമ്മകളിൽ സിജൻ ഉള്ളതുകൊണ്ട് മാത്രം അവൾക്ക് ഓർമ്മ വീണ്ടും തിരിച്ചു കിട്ടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് തെറ്റല്ലേ? ചോദിക്കുന്ന അവിവേകമാണെങ്കിൽ പൊറുക്കണം. സാറിനിപ്പോ ഇങ്ങനെ തോന്നാൻ എന്താ കാരണം? ആ തോന്നൽ എപ്പോഴും ഉണ്ട് നീതു. 2 ദിവസമായിട്ട് ഇത്തിരി കൂടുതലാണ്. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
സീതയെടുത്തിട്ട് പിണങ്ങിപ്പോക്കും കുഞ്ഞുമണിയെ തിരിച്ചു കൊണ്ടുവരലും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. അമ്മയെ കാണാതെ കരഞ്ഞ് കരഞ്ഞ് കുഞ്ഞുമണി ആശുപത്രിയിൽ അഡ്മിറ്റാണത്രേ. എല്ലാത്തിനും പരിഹാരമായി കുട്ടിമണി വയലൂർ വീട്ടിലെത്തണമെന്നാണ് ബാലേട്ടൻ പറയുന്നത്. പക്ഷെ സർ, ഈ അവസ്ഥയിൽ അവളെ നാട്ടിലെത്തിച്ച സാറിന്റെ പ്ലാനൊന്നും പിന്നെ നടക്കാൻ പോകുന്നില്ല. അത് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഞാൻ തന്നെയാണ് നീതു. പക്ഷേ ചില നേരത്ത് ഞാൻ വയലൂരും വീട്ടിലെ പഴയ രവിയായി പോവും. ബാലേട്ടന്റെ അനുസരണമുള്ള അനിയന് ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ ഒന്നും പ്രവർത്തിക്കാനാവില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? കുട്ടിമണിയെ തിരിച്ച് വീട്ടിലെത്തിക്കണോ? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. തീരുമാനം എടുക്കേണ്ടത് സാറ് തന്നെയാ. വയലൂരം വീട്ടിലെ സ്നേഹനിധിയായ അനുജനാവണോ അതോ സ്വന്തം ഭാര്യയെ തട്ടിയെടുത്ത ബ്രദറിലോയോട് പകരം വീട്ടണോ? ആക്ച്വലി ഇതല്ലേ സാറിന്റെ മുന്നിലുള്ള പ്രശ്നം. സോറി, ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യം കൂടുതലെടുത്തു. എന്നേക്കാളും പ്രായവും പക്വതയൊക്കെ ഉള്ള ആളാ സാറ്. എന്നേക്കാളും അനുഭവങ്ങളും ഉണ്ട്. അതെ, അനുഭവങ്ങളാ വയലൂരം വീട്ടിലെ പാവൻ രവിയെ ഇന്ന് പകമൂത്ത് രവിചന്ദ്രനാക്കിയത്. എന്നെ തകർത്ത് തരിപ്പണമാക്കിയ സിജനോട് ഒരു കാലത്തും ഞാൻ പൊറുക്കില്ല. ഇനി അങ്ങോട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കണം. ഒരു വശത്ത് രാഹുലിന് അവന്റെ ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോട്ടെ, മറുവശത്ത് നീതു അവളെ ഒരു സാധാരണ പെണ്ണാക്കി മാറ്റിയെടുക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി സർ. വയലൂരം വീട്ടിൽ ചെന്നിറങ്ങുന്ന കുട്ടിമണിയെ കണ്ട് എല്ലാവരും ഞെട്ടണം, ശരിയല്ലേ? അതെ, അങ്ങനെ തന്നെ നടക്കണം. ആൻഡ് വൺ മോർ തിങ്, സിജനോടുള്ള പക തന്നെയാ എൻ്റെ മനസ്സിൽ ഇപ്പോഴും. പക്ഷേ ചില ഇമോഷണൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാനൊന്ന് പതറിപ്പോവും. അങ്ങനെ ഞാൻ പതറിയാലും ഗോ എഹെഡ്. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഷോ സർ, സാറ് പതറിയാലും ഞാൻ പതറില്ല. ബിക്കോസ് ഇറ്റ്സ് മൈ ഡ്യൂട്ടി സർ. എന്നെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ മോളെ? പോലീസാണോ? അല്ല മോളെ. പിന്നാരാ? പട്ടാളമാണോ? എന്റെ അമ്മയാ മോളെ ഞാൻ. എന്റെ അമ്മേ ഒരു രാക്ഷസിയാ. ആ, രാക്ഷസി പറഞ്ഞത് ഒരു രാക്ഷസി കുഞ്ഞിനായിരിക്കും. ഞാനും രാക്ഷസിയാ. എനിക്ക് ചോര വേണം. തന്നേക്കാം മോളെ. എന്റെ ചോരയും ജീവനും എല്ലാം നിനക്ക് ഞാൻ തന്നേക്കാം. എടുത്തോ നീ. അയ്യോ, നീ ഇല്ലാതെ എനിക്ക് എന്തിനാ ഈ ജീവിതം? എല്ലാം പോയി. ഈ ജീവനും കൂടി നീ എടുത്തോ. വാ, അടുത്തേക്ക് വാ. നിന്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ ചോര കുടിക്കും. വാടി വാടി. വരാൻ. എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? അവൾ എന്നെ കൊന്നോട്ടെ, എനിക്കിനി ജീവിക്കണ്ട. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കേസുകൾ ഈ കൊച്ചിന്റെ പേരിലുണ്ട്. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്നാ ഡോക്ടർ പറയുന്നത്. എല്ലാവരും കോടതി കയറി ഇറങ്ങേണ്ടി വരും. അതെ, നീ വാ, നിന്നെ ഞാൻ കൊല്ലാം. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കിടന്നില്ല ഈ ചവിട്ടി കൂട്ടി ഞാൻ. ചോണയുണ്ടെങ്കി വാ. വാടി വാ. ആ തള്ളയും കൂടെ വിളിക്ക്. എല്ലാവരും കൂടെ വന്ന് എന്നെ അങ്ങ് കൊല്ലന്നെ. മനസ്സിജ, എന്നെ കൊല്ലാൻ നീ വേറെ ആളെ ഇറക്കിയല്ലേ? ആ വയലോരം വീട്ടുകാര് വിചാരിച്ചാലേ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. അത് നിനക്കറിയാം. നിനക്കറിയാം. എനിക്ക് വട്ടല്ലേ എന്നെ ഇങ്ങനെ ആക്കിയതോ? ആരാ നിന്നെ ഇങ്ങനെ ആക്കിയത്? അമ്മയോട് പറ. എന്റെ അമ്മ എന്നെ ഇങ്ങനെ ആക്കിയത്. മര്യാദക്ക് വളർത്തിയില്ല. അവരെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ കൊല്ലും ഞാൻ. മോളെ,
നീ പറ, നിന്നെ വയലൂരം വീട്ടിൽ വെച്ച് മനസ്സിൽ എന്താ ചെയ്തത്? പാഴായിപ്പോയി, ഈ ജന്മം പാഴായിപ്പോയി. അടുത്ത ജന്മത്തില് ജനിച്ച ഉടനെ തന്നെ അമ്മയെ കൊല്ലണം. അവിടുന്ന് വേണം തുടങ്ങാൻ. പോയിട്ട് വരാം മോളെ. അതെ, വരുമ്പഴേ ശിവയെ കൂടെ കൊണ്ടുവരണേ. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ കേക്കും. ഇവിടെ വന്ന് നിക്കാൻ പറഞ്ഞാലും അവൻ കേക്കും. ഞാൻ അവനെ അങ്ങ് കൊല്ലും. നീ തന്നെയാണോ മോളെ അവനെ കൊന്നത്? ഓ മോളെ കരയണ്ട. എത്ര നേരായി കരയുന്ന മോളെയും കൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഞാൻ എടുക്ക ബായ്. വേണ്ട പിച്ചളെ, ഇവള് നിർത്തും. ഇഞ്ചക്ഷൻ എടുത്തിന്റെ വേദന ഉണ്ടാ കരയുന്നേ. ഈ കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ നമുക്ക് ആവില്ല ബായ്. അപ്പച്ചമ്മയെ മറ്റേ വിളിച്ചാലോ? ഇവളെ സമാധാനിപ്പിക്കാൻ അപ്പച്ചമ്മയ്ക്ക് ആവുമായിരുന്നെങ്കിൽ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് പനി വരത്തില്ലായിരുന്നല്ലോ പിച്ചളെ. കുട്ടി ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല സിസ്റ്ററെ, കേട്ടില്ലേ? കരച്ചിലോട് കരച്ചില. കുഞ്ഞിന്റെ അമ്മ വരാതെ കരച്ചില് മാറില്ല. നിങ്ങൾ അമ്മയെ വിളിച്ചോണ്ട് വരൂ. ഇവളുടെ അമ്മ ഒരുപാട് ദൂരെയാ സിസ്റ്ററെ. എത്ര ദൂരെയാണെങ്കിലും വിളിച്ചാ വരില്ലേ? എന്തായാലും കുട്ടിയെ ഇങ്ങ് തരൂ. ഉറക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. വാവേ, കരയല്ലേ കരയല്ലേ വാവേ. ഇനി എന്താ ബായ് ചെയ്യണത്? അമ്മ വന്നാലേ കരച്ചിൽ മാറുള്ളെങ്കിൽ അമ്മ വന്നേ പറ്റൂ. എങ്കിലും സീതേടത്തെ വിളിക്കുക. മോൾക്ക് സുഖമില്ലാന്ന് പറഞ്ഞാൽ സീതേടത്തെ ഓടി വരും. അതിന് സീതയെടുത്തിയല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ. എന്താ സുജ? സാറേ, ഞാൻ ഇത്തിരി വലിയ പ്രശ്നത്തിലാ. എൻ്റെ മോള് അമ്മയെ കാണാതെ കരഞ്ഞ് പനി പിടിച്ച് ആശുപത്രി കിടക്കുക. സീതയ്ക്ക് എന്ത് പറ്റി? എന്തിനാ അവൾ കുഞ്ഞുമണിയെ കാണാതിരിക്കുന്നേ? സീതയെടുത്തിയല്ല എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ, കുട്ടുവാ. എത്രയും വേഗം കുട്ടു ഇവിടെ തിരിച്ചെത്തണം സാർ. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ സുജ? സ്വന്തം തീരുമാനങ്ങളായി മുന്നോട്ട് പോവുക രവി. ആര് പറഞ്ഞാലും അവൻ അനുസരിക്കില്ല. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ കുട്ടുവിനെ എത്രയും വേഗം തിരിച്ചു കിട്ടിയേ പറ്റുമെന്ന് സാർ രവിയേട്ടനോടൊന്ന് പറഞ്ഞേക്ക്. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ബാംഗ്ലൂർക്ക് വണ്ടി കയറും. അല്ല സുജ, സാറൊന്നും പറയണ്ട. എന്നെ അറിയാലോ. പഴയ മനസ്സിജൻ ആരാണെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്ന സാറിനാ. കളിക്കാൻ നിൽക്കേണ്ടെന്ന് രവിയേട്ടനോടൊന്ന് പറഞ്ഞേക്ക്. ആവശ്യമില്ലാത്തൊന്ന് ചിന്തിച്ച് പഴയ ചോരച്ചാൽ തണ്ടാൻ നിൽക്കണ്ട. ഞാൻ രവിയോട് സംസാരിക്കാം, എന്നിട്ട് നിന്നെ വിളിക്കാം. ഇതിനൊന്നും എനിക്കൊരു പ്രതീക്ഷയല്ല പിച്ചളെ. അപ്പച്ചമ്മയും ബാലറ്റിനെ വിളിച്ചിവിടെ നിർത്തണം. വൈകിട്ടത്തെ ബസ്സിന് ഞാൻ ബാംഗ്ലൂർക്ക് പോവുക. എടുത്തു ചാട്ടം വേണ്ട. കുഞ്ഞിമണിയുടെ രോഗം ഭേദമാകണേന ഇപ്പൊ പ്രാധാന്യം കൊടുക്കേണ്ടത്. സിസ്റ്ററെ, മോളെവിടെ? ഡ്യൂട്ടി റൂമിലുണ്ട്. അവൾക്ക് അവിടെ തൽക്കാലത്തേക്ക് ഒരു അമ്മയെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അമ്മയോ? അതെ, ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. മരുന്നിന്റെ ശക്തിയിൽ ഉറങ്ങിക്കോളും. ഉണരുമ്പോഴേക്കും നിങ്ങൾ കുട്ടിയുടെ അമ്മയെ വരുത്തിയാൽ മതി. കുഞ്ഞിമണിക്ക് വേണ്ട അമ്മ കുട്ടിമണിപ്പങ്ങളല്ല മനസ്സുജമ്പായി, സീതേടത്തിയ. കുഞ്ഞിമണിയെ തിരിച്ചറിഞ്ഞ് പാല് കൊടുക്കാനാവാത്ത അമ്മയെ അവൾക്കിപ്പോ ആവശ്യമില്ല. എന്താ ഇത്? നിന്റെ ഈ രൂപവും ഭാവവും ഒക്കെ മാറ്റണം കുട്ടിമണി. ഈ തലമുടിയുടെ കെട്ടുപോലും ശരിയല്ലെന്നാ എന്റെ അഭിപ്രായം. അങ്ങനെ മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം കുട്ടിമണി? ഇതൊരു മനുഷ്യക്കോലവേ അല്ല. വയലൂരം വീട്ടിലെത്തുന്നതിന് മുമ്പ് നീ ഒന്ന് അടിമുടി മാറണം കേട്ടോ. മാറാം. നീതു, അങ്ങനെ കുട്ടിമണിയെ ഇപ്പം ആരും മാറ്റുന്നില്ല. നിനക്ക് ഞാൻ ഒരിക്കൽ വാണിംഗ് തന്നതാ. എന്നിട്ട് നീ നിന്റെ ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണല്ലേ? സർ, ഇത് സാറിന്റെ കമ്പനിയും തേടയും തമ്മിലുള്ളൊരു കേസൊന്നുമല്ല. വലിയ പ്രതിസന്ധിയിലായ രവിസാറിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ചെറിയൊരു ഹെൽപ്പ്. മനുഷ്യത്വപരമായൊരു സമീപനം മാത്രമേ ഇക്കാര്യത്തിൽ എനിക്കുള്ളൂ. ഓ, എന്താണാവോ ഇവളെ മാറ്റിയെടുക്കുന്നതിൽ ഇത്ര മനുഷ്യത്വമുള്ളത്? ചില രൂപഭാവങ്ങളും ചേഷ്ടകളും ഒഴിച്ചു നിർത്തിയാൽ ഇവളിപ്പോ
ഏതാണ്ട് 90% നോർമലായ പെൺകുട്ടിയാ. രൂപത്തിൽ കൂടി ചെറിയൊരു മാറ്റം വരുത്തി ഇവളെ സുന്ദരിയാക്കുന്നത് മനുഷ്യത്വം തന്നെയല്ലേ? കുട്ടിമണിയുടെ ഈ രൂപത്തിലുള്ള സൗന്ദര്യം കണ്ട എല്ലാവരും ഇവളെ സ്നേഹിച്ചത്. ഇവളുടെ വീട്ടുകാർ ഇവളെ വളർത്തിയത് ഇങ്ങനെയാ. മുമ്പ് ഞാൻ ഇവളോട് നീ എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോ ഇവള് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെ തന്നെ ആയിരുന്നു. അതിനൊരു മാറ്റവും വേണ്ട. കുട്ടിമണിയെ ഇങ്ങനെ തന്നെ കാണാനാ ഇവളെ സ്നേഹിക്കുന്നവർക്ക് ഇഷ്ടം. പക്ഷേ നീതു എന്നോട് പറഞ്ഞത് എന്റെ വേഷം ഇങ്ങനെ ആക്കിയത് രാഹുലിന്റെ വീട്ടുകാരാണെന്നോ? അല്ല മോളെ, ഞാൻ നിന്നെ കാണുന്നത് മുതൽ നീ ഇങ്ങനെ തന്നെയായിരുന്നു. കുറെ കാര്യങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഒന്ന് ആലോചിച്ചു നോക്ക്. മുമ്പ് എപ്പോഴെങ്കിലും ഇതല്ലാതെ മറ്റൊരു വേഷം നീ ധരിച്ചിട്ടുണ്ടോ? നിന്റെ വിക്രിയകൾ കുട്ടിമണിയുടെ രൂപത്തിലും ഭാവത്തിലും മാത്രമല്ലെന്ന് എനിക്കറിയാം. ഇവളുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ നീ കുത്തിവെക്കുന്നുണ്ട്. ഇനി അത് വേണ്ട. ഇതൊന്നും സാർ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. സാറിന്റെ സണ്ണിലയാണല്ലോ രവി സാർ. സാർ അവിടെ സംസാരിക്കും. കുട്ടിമണി എന്ത് പഠിപ്പിക്കണമെന്ന് രവി സാർ എനിക്ക് ഗൈഡൻസ് തന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. രവി സാറ് പറഞ്ഞ ആ നിമിഷം ഞാൻ ഈ ഫ്ലാറ്റ് വിട്ട് പൊക്കോളാം. അത് ഞാൻ അവരോട് സംസാരിച്ചോളാം. എന്നിട്ട് നീ ഇവിടം വിട്ട് പോയാൽ മതി. പക്ഷെ ഒന്നോർത്തോ, നീ പിന്നെ തേർഡ് എയിൽ ഉണ്ടാവില്ല. ഉണ്ടായാൽ തേർഡ് എന്ന നിലവിലുള്ള ഏജൻസിയുമായിട്ട് എന്റെ കമ്പനിയുടെ ബന്ധങ്ങൾ അതോടെ തീരും. മനുഷ്യത്വപരമായ സമീപനം കൊണ്ട് സ്വന്തം ജോലി ഇല്ലാതാക്കുന്ന ആദ്യത്തെ വ്യക്തിയാ നീ. നോക്കിക്കോ മോളെ, നിനക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവ് ധാരാളമുണ്ട്. ആ ചിന്തകളിലേക്ക് കടന്നു കയറാൻ മറ്റാരെയും അനുവദിക്കരുത്. അത് സ്വന്തം കുഞ്ഞേട്ടനാണെങ്കിൽ പോലും. ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? നീ എങ്ങനെ ഇവിടേക്ക് വന്നോ അവിടേക്ക് തന്നെ തിരിച്ചു പോകണം. എത്രയും പെട്ടെന്ന് വയലോരം വീട്ടിലെത്തണമെന്ന് വാശി പിടിക്കണം. അവിടെ ഉണ്ട് നിന്റെ ഓർമ്മകളും പാതി വഴിയിൽ നഷ്ടമായ ജീവിതവും. നീ ആലോചിക്ക്, നിന്നെ കാത്തിരിക്കുന്നുണ്ട് ഒരു നല്ല കുടുംബജീവിതം. നീ ഇങ്ങ് വന്ന്. നിന്നോട് പറയാൻ ഒരു കുരുന്നിന്റെ കഥ എന്റെ മനസ്സിൽ ബാക്കിയുണ്ട്. അമ്മയില്ലാതെ പനി പിടിച്ച് തളർന്നൊരു കുഞ്ഞിന്റെ കഥ. കഥയല്ല, ജീവിതം തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നില്ല. കാരണം കുട്ടിമണി 90% നോർമലാണെങ്കിൽ നീ 90% അബ്നോർമലാ. കാണാം. കുട്ടിമണി, നീ കാരണം എന്റെ ജോലി പോകുന്ന മട്ട. ഒന്നും മിണ്ടായിരിക്ക. ഞാൻ വയലോരം വീടിനെ കുറിച്ച് ആലോചിക്കട്ടെ. എന്റെ കൂട്ടുകാരനൊരു പാമ്പുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു എന്റെ പേര്? രവി, നിന്റെ പ്ലാനുകൾ അതിരുവിടുന്നു. എന്താച്ചാ? നീ എന്തിനാ നീതുവിനെ കുട്ടിമണിയുടെ കൂടെ കൂട്ടിയിരിക്കുന്നത്? അവളെ പറഞ്ഞുവിട്. തൽക്കാലം അത് ബുദ്ധിമുട്ടാച്ചാ. എന്റെ ഉദ്ദേശങ്ങൾ നടക്കുന്നത് വരെ നീതു കുട്ടിമണിക്കൊപ്പം വേണം. ആ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. ഞാനിത് അച്ഛനോട് നേരത്തെ പറഞ്ഞതല്ലേ? നേരത്തെ പറഞ്ഞു. എന്നാലും മനുഷ്യന്റെ മനസ്സിൽ രവി എപ്പോഴും മാറാലോ. എനിക്ക് മാറ്റമൊന്നുമില്ല. മാറ്റാൻ അച്ഛൻ ശ്രമിക്കുകയും വേണ്ട. സർ, തമ്പി സർ തേടയിൽ എന്റെ ജോലി കളയുമെന്ന് ഭീഷണിപ്പെടുത്തി. കളയട്ടെ നീതു. അതിലും ഉയർന്ന ശമ്പളത്തിൽ ഈ ബാംഗ്ലൂരിൽ തന്നെ തനിക്കൊരു ജോലി വാങ്ങിത്തരാൻ എനിക്ക് കഴിയും. എനിക്ക് വിശ്വസിക്കാവോ? വിശ്വസിക്കാം. കുട്ടിമണിയെപ്പോലെ തന്നെയാ ഞാൻ നീതുവിനെ കാണുന്നത്. താങ്ക്സ്. പക്ഷേ തമ്പി സാറിന്റെ വർത്തമാനം കൊണ്ട് കുട്ടിമണിക്ക് ഇത്തിരി ചേഞ്ച് വന്നിട്ടുണ്ട്. അവൾക്കിപ്പോ എന്നേക്കാൾ വേണ്ടത് സ്വസ്ഥതയാണത്രേ. അച്ഛന്റെ മനസ്സിൽ സിജനോട് ഇപ്പോഴും വാത്സല്യമുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം എന്തായാലും
ഒരു കാര്യം ഞാൻ പറയാം സർ. തമ്പി സാർ കുട്ടിമണിയുമായി ഇനി നേരിട്ട് കാണാതിരിക്കുന്നേ നല്ലത്. കണ്ടാൽ അവൾ വയലോര വീടിനെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചുമൊക്കെ കൂടുതൽ ചിന്തിച്ചു തുടങ്ങും. അത് അപകടമാ. മനസ്സിലായി നീതു. പിന്നെ സാർ, കുട്ടിമണിയുടെ കുഞ്ഞ് ആശുപത്രിയിലാണെന്ന് തമ്പി സാർ അറിഞ്ഞിട്ടുണ്ട്. ഇൻഡയറക്റ്റായി ചിലതൊക്കെ സാർ എന്നോട് പറഞ്ഞു. അത് അപ്പോ അവിടെ ആരോ അച്ഛനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. വേറെ ആരും ആയിരിക്കില്ല, മനസ്സിന് തന്നെ ആവും. ഞാനേ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. സിജ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. കുഞ്ഞിന്റെ അസുഖം മാറണമെങ്കിൽ അവളുടെ അടുത്ത് എത്തേണ്ടത് കുട്ടിമണിയല്ല, സീതയാണ്. ആശുപത്രിയിൽ നിന്ന് കുട്ടിമണി രവി ഇങ്ങോട്ട് കൊണ്ടുവന്ന അതേ രീതിയിൽ ഞാൻ തിരിച്ചു വയലോരം വീട്ടിലെത്തിക്കാം. ഞാൻ നിനക്ക് തരുന്ന വാക്കാതെ. നീ ബാംഗ്ലൂർക്ക് വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. സിജ, നിനക്ക് എന്ത് സഹായം ചെയ്തു തരാനും ഞാനിവിടെ ഉണ്ട്. രവിയെ കാണുന്നതിന് മുമ്പേ നിന്നെ അറിയാവുന്നതിനല്ലടാ ഞാൻ. പക്ഷെ നീ വരുന്നതിന് മുമ്പ് കുഞ്ഞുമണിയുടെ അസുഖം മാറണം. തൽക്കാലം അത് മാത്രം ചിന്തിച്ചാൽ മതി. ഗൂഢാലോചനയൊക്കെ കഴിഞ്ഞോ? ആ സമയത്ത് അച്ഛൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ എനിക്കറിയായിരുന്നു നാട്ടിൽ നിന്ന് ആരോ വിളിച്ച് കൊളുത്തി തന്നിട്ടുണ്ടെന്ന്. അത് സിജനാണോ ബാലേട്ടനാണോ അപ്പച്ചിയമ്മയാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ബോധ്യായി എന്റെ ശത്രു അച്ഛന്റെ മിത്രമാണെന്ന്. രവി, അച്ഛനൊന്നും പറയണ്ട. എന്നേക്കാൾ മുമ്പേ അവനെയാണ് അറിയുന്നതെന്ന് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു. പിന്നെ എന്തിനാച്ചാ എന്നെ ഈ നശിച്ച ജീവിതത്തിലേക്ക് വലിച്ചെറിഞ്ഞത്? വയലോരം വീട്ടിലെ സാധുവായി രവിയായി ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി വിവാഹം കഴിച്ച് ഞാനങ്ങ് ജീവിച്ച് പോവില്ലായിരുന്നോ? നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്ക് ഉത്തരവില്ല മോനെ. സംഭവിച്ചു പോയി, അതേ പറയാൻ പറ്റൂ. എന്നാലും നീ കാണിക്കുന്നതൊന്നും ശരിയല്ല. ഒരു കുഞ്ഞിനെ അതിന്റെ അമ്മയിൽ നിന്നും പിരിക്കാന്ന് വെച്ചാ ഒരിക്കലും അല്ലച്ചാ. കുട്ടിമണി മാത്രമല്ല, കുഞ്ഞുമണിയെ ഞാൻ വീണ്ടെടുക്കും. എന്റെ ഭാഗ്യത്തിന് അതിനുള്ള വഴി സിജൻ തന്നെ തെളിയിച്ചു തന്നു. സീതയുടെ കയ്യിൽ നിന്ന് അവൻ കുഞ്ഞുമണിയെ തട്ടിക്കൊണ്ടുപോയി. അതിന്റെ ഫലമായ മോൾക്ക് പനി പിടിച്ചത്. എനിക്ക് പഴയൊരുക്കത്തിന് ചെല്ല് ആശുപത്രിയിലേക്ക്. കുട്ടിമണിയെ ട്രാപ്പിലാക്കി കൂട്ടിക്കൊണ്ടുവന്ന പോലെ അവളെയും കൂട്ടിക്കൊണ്ടുപോവാ. ഓ, എന്റെ മകൻ ഇപ്പോ ബിസിനസ്സിലല്ലോ ശ്രദ്ധ, കിഡ്നാപ്പിംഗിലാണല്ലോ. പരിഹസിക്കണ്ട. കുട്ടിമണിയുടെയും കുഞ്ഞുമണിയുടെയും ഭാവി ഇനി എന്റെ കൈകളിലായിരിക്കും. അവരെ ഞാൻ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്യും. ആ സുരക്ഷിതമായ കൈ സിജന്റെ തന്നെ ആയിരിക്കണം രവി. വെല്ലുവിളിക്കണ്ട അച്ഛാ, തോറ്റുപോകും. കാരണം ന്യായം എന്റെ ഭാഗത്താ. ആശുപത്രിയിൽ കിടക്കുന്ന കുഞ്ഞുമണിയെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടാതെ അച്ഛൻ അച്ഛന്റെ മകളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്. അവള് ഭ്രാന്താശുപത്രിയില്ല. ഞാൻ അറിഞ്ഞു. അവളെ അങ്ങനെ ആക്കിയതാരാണെന്ന് അച്ഛനറിയോ? അറിയണം. എന്നേക്കാൾ മുമ്പേ അച്ഛൻ അറിയാവുന്ന അവൻ തന്നെ, മനസ്സിജൻ. വയലോരം വീട്ടിൽ മതികലെ വിളിച്ചു വരുത്തി അവളുടെ സമതല തെറ്റിക്കുന്ന പ്രവൃത്തികൾ ചെയ്തത് സിജനാ. സീതേർത്തി അതിനെല്ലാം സാക്ഷിയുമാ. ശിവ എന്ന കൊടും ക്രിമിനലിനെ സിജൻ കൊലപ്പെടുത്തി. ആ കുറ്റം മതികലയുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു. സിജന്റെ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുപിടിക്കാൻ ബാലേട്ടൻ തയ്യാറാവും. പക്ഷേ അതിനൊന്നും സീതേർത്തി നിൽക്കില്ല അച്ഛാ. എനിക്ക് സത്യം അറിയണം രവി. സത്യം അറിയാൻ സിജനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അച്ഛൻ സ്വതന്ത്രമായിട്ട് അന്വേഷിക്കണം. എങ്കിലേ മതികലയ്ക്കും ശിവയ്ക്കും എന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റൂ. ശിവയില്ലാതായാൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ മതികലയുടെ ദുരന്തത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? സന്തോഷിക്കണോ അതോ സങ്കടപ്പെടണോ? എനിക്കറിയില്ല രവി. വിശദമായി ഒന്ന് അന്വേഷിച്ചിട്ട് സത്യം എന്താണെന്ന് എന്നോട് ഞാൻ പറയാം. ഞാൻ വരട്ടെ. നിനക്കെതിരെയുള്ള കരുക്കൾ നീ തന്നെ ഒരുക്കി തരുന്നുണ്ട് സിജ. എന്തിനാ എന്നെ വളർത്തിയത്? ജനിച്ചപ്പോഴേ കൊന്നു കളയാൻ മേലായിരുന്നോ?
നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പേഷ്യന്റ് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. എന്റെ മോളിപ്പോ ശാന്തമായിട്ടിരിക്കുക ഡോക്ടറെ. ശാന്തത കെടുത്താനായിരിക്കും ഈ വരവ്. അങ്ങനെ പറയരുത് ഡോക്ടറെ. എന്റെ കാര്യം അറിയാലോ, പണ്ടേ രോഗിയാ. ഇവളെ ഒന്ന് കാണുക കൂടി ചെയ്തില്ലെങ്കിൽ തൊട്ടപ്പുറത്തെ സെല്ലിൽ എന്നെ അടയ്ക്കേണ്ടി വരും. ഹലോ, ആ മിസ്റ്റർ തമ്പി പറയൂ. ആ മിസ്സസ് ജലജ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, ഞാൻ കൊടുക്കാം. നിങ്ങളുടെ ഹസ്ബൻഡാ. നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാതെ എൻ്റെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചതാ. വേണ്ട, എനിക്ക് അയാളോടൊന്നും സംസാരിക്കാനില്ല. അയാളാ എന്റെ മോളെ ഈ അവസ്ഥയിലാക്കിയത്. അയാളുടെ സ്വത്തുക്കൾ ആ പൊട്ടിയുടെ കൊച്ചിന്റെ പേരിൽ എഴുതി വെച്ചതോടെയാ എന്റെ മോൾക്ക് ഇത്രയും ചോരക്കൊതി തുടങ്ങിയത്. എനിക്ക് അയാളോടൊന്നും പറയാനില്ല. ഡോക്ടർ പറഞ്ഞേക്കും മകളുടെ അവസ്ഥ. സങ്കടം തോന്നി കാണാൻ വന്ന അയാളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുമെന്ന് പറഞ്ഞേക്കും. കേട്ടല്ലോ മിസ്റ്റർ തമ്പി, നിങ്ങളുടെ ഭാര്യ പറഞ്ഞത്. മകളുടെ ചികിത്സയുടെ കാര്യം വല്ലതും പറയാനാണെങ്കിൽ ഞാൻ പറയാം. സിജന എല്ലാത്തിനും കാരണക്കാരൻ. അവൻ ശിവയെ തലക്കടിച്ച് വീഴ്ത്തി. ഞാൻ കണ്ടു. ശിവ ചത്തു കിടക്കുന്നത് ഞാൻ കണ്ടു. എല്ലാരും കണ്ടു. വാളെടുത്തവൻ വാളാലേ. അതെ, എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ശിവയുടെ കിടപ്പ് എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടു. ചോര ഒഴുകി 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 പരന്ന് ഞാൻ ആ ചോര കുടിക്കും സിജ. മതി മോളെ, അമ്മയ്ക്ക് ഇത്രയും കേട്ടാ മതി. മനസ്സിജന്റെ വിധി ഇനി ജലജകുമാരി തീരുമാനിക്കും. നീ ചിരിക്കണം, എന്നും ചിരിച്ച് കാണണോ ഈ അമ്മയ്ക്ക്? ഉറക്കെ ഉറക്കെ ചിരിക്ക. നിന്നെ ഈ സ്ഥിതിയിലാക്കിയവൻ ഇനി അധികകാലം ചിരിക്കില്ല. സഞ്ജുവിന്റെ മുഖത്ത് എലി കടിച്ച മുറിവൊക്കെ ഉണങ്ങി തുടങ്ങി മാഡം. വേണമെങ്കിൽ ഇനി കോടതി ഹാജരാക്കാം. വരട്ടെ, ഞാൻ പറഞ്ഞിട്ട് മതി. ജലജ എന്നൊരു സ്ത്രീ മാഡത്തെ കാണാൻ വന്നിട്ടുണ്ട്. ആ, ഒന്ന് പറഞ്ഞേക്ക്. മാഡം, ജലജ എന്നൊരു സ്ത്രീ മാഡത്തെ കാണാൻ വന്നിരിക്കുന്നു. ജലജയോ? വരാൻ പറ. ശരി മാഡം. ഇവരെന്തിനാ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? ഫോൺ ചോദിക്കാനായിരിക്കും. കൊടുക്കുന്നുണ്ട് ഞാൻ. മാഡം, എന്റെ മോൾക്ക് ബോധം വന്നു. അവളെല്ലാം പറഞ്ഞു. അവൾക്ക് സമനില തെറ്റിയത് എങ്ങനെയാണെന്ന് എന്നോട് പറഞ്ഞു മാഡം. എന്താ അവള് പറഞ്ഞത്? ആ മനസ്സിജൻ ശിവയെ തലക്കടിച്ചു വീഴ്ത്തിയെന്ന്. ശിവ മരിച്ചു കിടക്കുന്നത് അവളും വയലോരം വീട്ടിലുള്ള എല്ലാവരും കണ്ടൂന്ന്. എന്നിട്ട് ബോഡി എന്ത് ചെയ്തു? അതവള് പറഞ്ഞില്ല. ശിവയുടെ ഒഴുകിപ്പറഞ്ഞ ചോരയുടെ കാര്യം പറഞ്ഞോണ്ടിരുന്നപ്പോ അവൾക്ക് പിന്നെയും ബോധം പോയി. എന്തായാലും മനസ്സിജനെ അറസ്റ്റ് ചെയ്യാൻ ഇത് പോരെ മാഡം? 4 അടി കൊള്ളുമ്പോ അവൻ സത്യം തുറന്നു പറയില്ലേ? മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ഭ്രാന്തി പെണ്ണിന്റെ വാക്ക് കേട്ട് അറസ്റ്റ് നടത്തിയാൽ പണി പാളും ജലജെ. എനിക്ക് മേലെ ഒരുപാട് ഓഫീസർമാരുണ്ട്. അതിനു മേലെ ഒരു സർക്കാരുണ്ട്, പത്രക്കാരും ചാനലുകാരും ഉണ്ട്. മാഡം ഇങ്ങനെ പേടിച്ചാലോ? ധൈര്യമായിട്ടിരിക്കെ. ഇനി മനസ്സിജനെ ചോദ്യം ചെയ്ത പ്രശ്നമാവുമെങ്കിൽ വയലോരം വീട്ടിലെ പരട്ടകളിൽ ഏതെങ്കിലും ഒന്നിനെ തൂക്കിയെടുത്താ പോരെ? നിർത്തടി നിന്റെ അധിക പ്രസംഗം. വയലോരം വീട്ടിലുള്ളവരെ പരട്ടെന്ന് വിളിക്കുകയാണെങ്കിൽ നിന്നെയൊക്കെ പിന്നെ വിളിക്കാൻ വാക്ക് കാണില്ലല്ലോ നിഘണ്ടുവിൽ. എന്നാലും നീ പറഞ്ഞത് ഞാൻ തള്ളിക്കളയുന്നില്ല. ശിവയുടെ തിരോധാനത്തിന് പിന്നിലെ രഹസ്യമറിയാൻ ഞാനും കുറെ ശ്രമിച്ചതാണല്ലോ. നിങ്ങളുടെ ഒപ്പം ഞാനും ഹോസ്പിറ്റലിലേക്ക് വരാം. മതികലയുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. കേസിന് തുമ്പ് കിട്ടിയ എന്റെ മൊബൈൽ തരുമോ മാഡം?
മൊബൈല് നടക്കടി ഇങ്ങോട്ട്. എങ്ങോട്ട്? തൽക്കാലം ലോക്കപ്പിലേക്കല്ല, ഹോസ്പിറ്റലിലേക്ക് പോ. ഇത് കണ്ടോ, ഇത് കണ്ടോ. അമ്മയുടെ കുഞ്ഞുമണിച്ച പാപ്പം കഴിച്ചണ്ടേ. നമുക്ക് പെട്ടെന്ന് ഒരുങ്ങിയിട്ട് കുഞ്ഞുമണിച്ച് നിറയെ പാപ്പം കഴിച്ചാം കേട്ടോ. എന്റെ കുഞ്ഞുമണി പെണ്ണിന് എന്താണ് ഈ കാണിച്ചിരുന്നത്? ഇതൊക്കെ എന്തിനാണ്? എന്തിനാണ് ഈ കാണിച്ചത് അമ്മയുടെ കുഞ്ഞുമണി പെണ്ണ്? അമ്മയുടെ കുഞ്ഞുമണിച്ച് അമ്മ വേറെ കളിപ്പാട്ടം തരാലോ. ഇതെന്തിനാ? മോളെ, നീ എന്താ ഈ ലുട്ടാപ്പിയെ വിളിക്കുന്നത്? നിനക്ക് ഇത്രയ്ക്ക് ഓർമ്മയില്ലേ? ഇത് കുഞ്ഞുമണിയല്ല, കുട്ടാപ്പുവാ. മോക്ക് കുഞ്ഞുമണിയെ മറക്കാൻ കഴിയില്ലെന്ന് അമ്മായിക്കറിയാം. പക്ഷേ ഇവിടെ ഇപ്പൊ മറ്റാർക്കും കുഞ്ഞുമണിയെ വേണ്ട. കുറെ കാലം അവളെ അങ്ങനെ ലാളിച്ച് വളർത്തിയതല്ലേ, പെട്ടെന്ന് എങ്ങനെ മറക്കും? നാവ് വഴങ്ങുന്നില്ലതാ. നാവും മനസ്സൊന്നും വഴങ്ങില്ലെന്ന് അമ്മായിക്കറിയാം മോളെ. എത്ര നാളായി ശീലിച്ചു പോയതാ കുഞ്ഞുമണി എന്നുള്ള ആ വിളി. പെട്ടെന്ന് മറക്കാനും ഓർക്കണ്ടെന്ന് പറയാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ പെറ്റ പേരിനല്ലേ അതിന് ദണ്ണം അറിയത്തുള്ളൂ. അമ്മായി നല്ല മനസ്സോടെ തന്നെയാണോ ഈ പറയുന്നത്? അമ്മായി നിന്റെയും ഞങ്ങളുടെയൊക്കെ നന്മ ആഗ്രഹിച്ച് പറയുന്നതാ മോളെ. ഞാൻ പറയുന്നതിൽ നീ രണ്ടർത്ഥം കണ്ടാലും കുഴപ്പമില്ല. പിന്നീട് നിനക്ക് മനസ്സിലാകും അമ്മായി എന്ന് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന്. തെളിവുകളും അവകാശങ്ങളും ഒക്കെ നിരത്തി അവളെ എന്നിൽ നിന്ന് അകറ്റാൻ ആർക്കും കഴിയും. പക്ഷേ ദേ, ഞാൻ കേട്ട കാര്യം നിന്നോട് പറയാം. ആ കുട്ടിമണിക്കിനി ഓർമ്മയൊന്നും വരില്ല. അവൾ രണ്ടാമത് കല്യാണം കഴിക്കാനിരുന്നപ്പോഴാ അവളെ കാണാതായത്. ഇനി അവൾ ഏതവന്റെങ്കിലും കൂടെ പോയതാണോന്ന് എനിക്ക് സംശയമില്ലാതില്ല. അമ്മായി വെറുതെ അനാവശ്യമൊന്നും പറഞ്ഞുണ്ടാക്കണ്ട. അങ്ങനൊന്നും അല്ല കാര്യങ്ങൾ. കണ്ടോ, നിനക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ നീ ഒന്നും വിട്ടു പറയത്തില്ല. പക്ഷെ അമ്മായി അങ്ങനല്ല, തോന്നുന്നത് പറയും. അതുകൊണ്ട് എന്നെ ആർക്കും കണ്ടുകൂടാ. രണ്ടാമത് കല്യാണം ആലോചിച്ചെന്നൊക്കെ പറയുന്നത് നേരാ. പക്ഷെ ബാലേട്ടൻ അതിനൊന്നും സമ്മതിക്കില്ല. ഓ, അവിടെ ഒരു ബാലേട്ടൻ. ഇടി, നീ ഒരു പൊട്ടിയ. നിന്നെ കാണാതായിട്ട് മൂന്നാം പൊക്കം വേറെ കല്യാണം കഴിച്ചവനാ നിന്റെ ഈ ബാലൻ. നീ അതൊക്കെ മറക്കും, പക്ഷെ ഞാൻ മറക്കത്തില്ല. ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണതൊക്കെ. അതെങ്ങനെ? നിന്റെ ബാലേട്ടന്റെ വൃത്തികേടുകൾ പറയുന്നതേ നിനക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഇടി, രണ്ടാം കല്യാണം എന്നൊക്കെ പറയുന്നതേ പുതിയ സംഭവമൊന്നും അല്ല. അതൊക്കെ നാട്ടിൽ പതിവുള്ള കാര്യങ്ങളാ. അമ്മായി ഇനി ഇതൊന്നും പോയി അമ്മയോട് വിളമ്പണ്ട. ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ എതിരൊന്നും നിൽക്കണ്ട. കുട്ടുമണിക്ക് നല്ലൊരു ജീവിതം കിട്ടണം. പക്ഷെ നീ അതിനെതിരെ നിൽക്കണ്ട. ആ ബാലം വലിയ പുണ്യാളം ചമയാണെങ്കിലേ നീ ഇതൊന്ന് ചോദിച്ചാ മതി. ആവശ്യം വരുമെങ്കിൽ എനിക്ക് ചോദിക്കുന്നതിന് യാതൊരു മടിയില്ല. ബാലേട്ടന് രണ്ടാമത് വിവാഹം കഴിക്കാമെങ്കിൽ കുട്ടുമണിക്കും ആവാം. അത് അമ്മായി പറഞ്ഞ പോലെ തന്നെ ചോദിക്കാം. നീ എന്തൊക്കെയോ പുലമ്പിയെന്ന് നിന്റെ അമ്മ പറഞ്ഞല്ലോ. ആരാ ശിവയെ തീർത്തത്? പറ, അന്ന് രാത്രി ബയലോരം വീട്ടിൽ എന്താ നടന്നത്? പറ മോളെ. മുംതാസ് മാഡം മനസ്സിനെ അറസ്റ്റ് ചെയ്തോളും. എന്റെ മോൾക്ക് ഓർമ്മയുള്ളതൊക്കെ പറ. അതെ, വയലൂരം വീട്ടില് വെച്ച് വയലൂരം പറ. അവിടെ വെച്ച് ശിവേ ഞാനേ ഒരു കാലത്തിലിട്ട് വേവിച്ചു. എന്നിട്ട് ഉപ്പും മുളകും ഒക്കെ കൂട്ടി തിന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. മോളെ, നീ ശാന്തമായിട്ടൊന്ന് ആലോചിക്കേ. നേരത്തെ അമ്മയോട് പറഞ്ഞത് മാഡത്തിനോട് പറ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? സ്വബുദ്ധി ഇല്ലാത്ത ഒരാളുടെ മുമ്പിൽ നിന്ന് തെളിവെടുപ്പ് നടത്തുകയാണോ?
വയലോരം വീട്ടിൽ ആ രാത്രി നടന്നതിനെ കുറിച്ച് എന്റെ മോള് പറഞ്ഞു ഡോക്ടർ. ഞാൻ കേട്ടതാ. ഇവൾ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഒട്ടും നോർമൽ അല്ല ഇവൾ. അല്പം മുമ്പ് എന്നോട് സംസാരിച്ചപ്പോ നോർമൽ ആയിരുന്നു ഡോക്ടർ. നിങ്ങൾക്ക് ഇവളേക്കാൾ മൂത്ത ഭ്രാന്ത. നിങ്ങൾ ചോദിക്കുന്നതിന് അങ്ങനെ പല ഉത്തരം അവൾ പറയും. ഇതൊന്നും കേട്ട് നിങ്ങൾ എടുത്തിയാടി പ്രവർത്തിക്കരുത് മാഡം. മാഡം, വയലോരം വീട്ടിലുള്ള ആരെയെങ്കിലും ചോദ്യം ചെയ്താൽ ശിവയെ കാണാതായതിനു പിന്നിൽ ആരാണെന്ന് മനസ്സിലാവും. പോലീസ് ഒന്ന് വരട്ടിയ ആ സീതയോ അപ്പച്ചിയമ്മയോ എല്ലാം പറയുമല്ലോ. നിങ്ങൾ എന്നെ പണി പഠിപ്പിക്കണ്ട, മനസ്സിലായോ? ശിവയുടെ മിസ്സിങ്ങിന് പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടെത്തിക്കൊള്ളാം. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വിളിപ്പിക്കും. അങ്ങ് വന്നേക്കണം. എന്റെ കയ്യിൽ ഫോണില്ലല്ലോ മാഡം. അതിങ്ങി തന്നിരുന്നെങ്കിൽ. അന്വേഷണം കഴിയുമ്പോ ഞാൻ ആ ഫോൺ കോടതിയിൽ ഹാജരാക്കും. വിധിയായി കഴിഞ്ഞ് ഏറ്റുവാങ്ങാം. പക്ഷെ നിങ്ങളും ജയിലിലാവുമല്ലോ. ജയിലിലെ മൊബൈൽ ഉപയോഗിക്കാൻ അവർ സമ്മതിക്കില്ല. മിസ്സസ് ജലജ, എന്റെ അറിവോടെ അല്ലാതെ പോലീസിനെ ഇവിടെ വിളിച്ചു കയറ്റിയത് ശരിയായില്ല. അയ്യോ ഡോക്ടറെ, ഞാൻ വിളിച്ചോണ്ട് വന്നതൊന്നുമല്ല. വിവരം പറഞ്ഞപ്പോ അവരെന്റെ കൂടെ വന്നതാ. സോറി. ഇനി ഇത് ആവർത്തിച്ചാൽ ഞാൻ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യും. പറഞ്ഞേക്കാം. പിന്നെ മിസ്റ്റർ തമ്പി വിളിച്ചത് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് അയാളോട് എത്ര വിരോധമുണ്ടെങ്കിലും അയാൾക്ക് തിരിച്ചതില്ല. മകളുടെ ചികിത്സയ്ക്കായി എത്ര പണം മുടക്കാനും തയ്യാറാണെന്ന് അയാൾ എന്നോട് പറഞ്ഞു. 1 ലക്ഷം രൂപ ഹോസ്പിറ്റൽ അക്കൗണ്ട് ഇട്ടുതരികയും ചെയ്തു. അത് വേണ്ടായിരുന്നു. എന്റെ കുഞ്ഞിനെ ഞാൻ ചികിത്സിച്ചോളായിരുന്നു. നിങ്ങൾ തന്നെയല്ലേ കാറ് വിറ്റെന്നും ഇനിയൊന്നും ബാക്കിയില്ലെന്നും എന്നോട് പറഞ്ഞത്. ഹോസ്പിറ്റൽ ക്യാൻറ്റീന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുവാദവും മിസ്റ്റർ തമ്പി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വട്ടച്ചെലവിനുള്ള കാശ് വല്ലതും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എന്റെ പട്ടിക്ക് വേണം അയാളുടെ ഭക്ഷണവും വട്ടച്ചെലവും. ആന മെലിഞ്ഞു കാണും. പക്ഷെ തൊഴുത്തിൽ കെട്ടാൻ കയറുമായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്ക അയാളോട്. നിങ്ങൾ നന്നാവില്ല മിസ്സസ് ജലജ, ഒരിക്കലും നന്നാവില്ല. തമ്പിയെ വിളിച്ച് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു സെല്ല് നിങ്ങൾക്കും കൂടി ബുക്ക് ചെയ്തേക്കാമെന്ന്. മോളുടെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് എന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇനി പിടിവാശി വേണോ മനസ്സിജമ്പായി? കുട്ടിമണി പെങ്ങളെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരണം. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിനു വേണ്ടി കുഞ്ഞുമണി മോളെ ബലിയാടാക്കരുത്. കുട്ടി ഇങ്ങനെ കിടന്ന് കരയുന്നതുകൊണ്ട് ടെമ്പറേച്ചർ കൂടത്തേ ഉള്ളൂ. കുട്ടിയുടെ അമ്മയെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നിങ്ങളെന്താ അനുസരിക്കാത്തേ? അമ്മ ഉടനെ എത്തും ഡോക്ടർ. നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇയാളാണെങ്കിൽ ഒന്നും മിണ്ടുന്നുമില്ല. ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റൂ. അമ്മയുടെ കരുതലും കരുണയും വാത്സല്യവും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടില്ല. ബായിക്ക് സീതേടത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള മടിയാണെങ്കിൽ വേണ്ട, ഞാൻ പോവാ. അല്ലെങ്കിൽ ബാലേട്ടനെ പറഞ്ഞുകൂടാ. സീതേടത്തി വരും. ഈ പരിശ്രമത്തിൽ തോറ്റുപോയത് ഞാനാ പിച്ചളെ. സീതയെടുത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടതും കരഞ്ഞു കാല് പിടിക്കേണ്ടതും ഞാൻ. മറ്റാരെയും അതിന് ബുദ്ധിമുട്ടിക്കണ്ട. ഈ തോൽവി മനസ്സിന് സ്വയം സമ്മതിക്കുക. സീതയെടുത്തി വരും. അതുവരെ പിച്ചള ഇവിടെ ഉണ്ടാവണം. കുഞ്ഞുമണിയെ സീതയെടുത്തി ഏൽപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പോകാവൂ. ബായി എങ്ങോട്ടാ പോണത്? വ്യക്തമായ ഉത്തരം മനസ്സിലുണ്ടെങ്കിലും തൽക്കാലം ഞാനത് പറയുന്നില്ല. എന്നെ തടയാൻ ആരും ശ്രമിക്കാതിരിക്കാൻ. ബായി കടുങ്കൈ ഒന്നും കാണിക്കരുത്. കാണിക്കും. ഈ കടുങ്കൈ കൊണ്ട് ഒന്നുകിൽ ഞാൻ ജീവിതം തിരിച്ചു പിടിക്കും, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടുത്തും. എനിക്കെൻ്റെ മോളെ ഒന്നുകൂടി ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷെ വേണ്ട, അവളെ കണ്ട യാത്ര മുടങ്ങും. എന്നോട് പറ ബായി, എന്താ ഉദ്ദേശം? എല്ലാത്തിനും ബായിയുടെ കൂടെ നിന്നോനല്ല ഞാൻ. ഒരിക്കലും ഒന്നും തടഞ്ഞിട്ടില്ലല്ലോ ഈ പിച്ചള. ഞാൻ വിളിക്കാൻ പിച്ചളെ.
Thank you.